ആ മലകളിൽ കോട കയറി നിൽക്കുന്ന അടുത്ത ഹുക്ക് മാറ്റിയിട്ട് സിംഗിൾ ഹുക്ക് അങ്ങിട്ട്. ആ അവിടെ അടിച്ചല്ലേ, ഇതിനകത്തെല്ലാം കാണും. നമസ്കാരം, അജിയാണ് വിഷു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പെരുന്തന്നരുവിക്ക് മേളിൽ പമ്പയാറ്റിലെ കറ്റി ബഷീറിനെ പിടിക്കാൻ വേണ്ടി ഒരു യാത്രയായിട്ട് പോകുന്നതാണ്. വെളുപ്പിനെ ഇങ്ങ് പോകുന്നു. അപ്പോൾ ഇവിടുത്തെ കറ്റിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിവിടെ വന്ന് ആദ്യത്തെ 1-2 ഏറിന് സ്ട്രൈക്കൊക്കെ കിട്ടും, പിന്നെ ശോകമാണ്. അതുമല്ല നമ്മുടെ ഒരു എന്തെങ്കിലും അനക്കോ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാർ ഒരു ആക്ടിവിറ്റിയും കാണത്തില്ല. അതേസമയം ഞങ്ങൾ കുറേ നേരം മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെയും കിടന്ന് മറിയുന്നതാണ്. അങ്ങനെ നമ്മളായിട്ട് വട്ടം ചുറ്റിക്കുന്നൊരു മീനാണ്. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, ഇടയ്ക്ക് ചെറുതൊക്കെ കിട്ടും. ഇങ്ങനെ പോവാണ്. മനോജ് ഭായി ഉണ്ട്, ആനന്ദും ഉണ്ട്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ മേളിൽ കണ്ടോ, മലകളിലവിടെ കോടയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അവിടെയൊക്കെ ഉണ്ട്, മൂടി കിട്ടിയൊരു അന്തരീക്ഷമാണ്. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടുത്തേക്ക്. അതാണ് ഹൈലൈറ്റ്. മീൻ കിട്ടിയില്ലെങ്കിലും നമുക്ക് കറങ്ങി നടക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഓ സ്ട്രൈക്ക് ഗണ്ട് ആ അടിച്ചു മോനെ മീൻ കറ്റി ഡാ ചെറിയ കറ്റി. അയ്യോ, ഒന്ന് കണ്ണേ കൂടെ കയറി കേട്ടോ. ഇങ്ങനെ രാവിലെ വന്ന് ചെറിയൊരു കറ്റിയെ കയറ്റി. ആ വെൻറ്റിങ് ഹുക്ക് ഇതായിരുന്നു, പക്ഷെ ഞാൻ ഹുക്ക് മാറ്റിയിട്ട് സിംഗിൾ ഹുക്ക് അങ്ങിട്ട്. അടുത്ത കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കണ്ടാ ചാടിപ്പോന്നു. ഓ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓ അടിയാ പോയി. അയ്യോ പോയി. പോയി ഇച്ച. പക്ഷെ ആദ്യം സൈഡിൽ വന്നായിരുന്നു. ഇച്ച ക്ഷമിച്ച് നിന്ന് കിട്ടിയവന്. എന്നെക്കാട്ടി ഇച്ചൂടുള്ളതായിരുന്നു അത്. ഓ സ്ട്രൈക്കായിരുന്നു. ചെറുതാണെന്ന്, പക്ഷെ നമ്മൾ തട്ടി. മഴ ഞാൻ കേട്ടില്ല, കണ്ടില്ല. ഇവിടെ 10 ഏറ് കഴിഞ്ഞപ്പോഴത്തേന് അനക്കവുമില്ല, സ്ട്രൈക്കും ഇല്ല. ആദ്യത്തെ 2-3 ഏറ് നല്ല സ്ട്രൈക്കും ഒക്കെ കിട്ടിയതാണ്. അപ്പോൾ പയ്യെ നമ്മളിനി താഴെ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു കുറച്ച് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ്, 5 അല്ല, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നുകൂടെ എറിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ പാലങ്ങളുണ്ട്, ചപ്പാത്തെന്ന് പറയുന്നത്. വലിയ പൊക്കങ്ങളൊന്നുമില്ല. വെള്ളം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയിൽ കൂടെ ഒഴുകിക്കോളും.
പൂച്ചസാറ് പേടിയാണ്. പൂച്ചസാറിന് ഷൂട്ട് ഔട്ടിന് താല്പര്യം. അടുത്ത സ്പോട്ടിലേക്ക് പോകുന്ന കാട്ടിക്കൂടൊക്കെ വലിഞ്ഞ് ആ മലകളിൽ കോട കയറി നിൽക്കുന്ന കണ്ടോ? ഈ ഒരു സീനറി കണ്ടോ? സൂര്യൻ കിഴക്കൊന്ന് ഉദിച്ച് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ കോട, ആ മലകൾ വെട്ടടിക്കുന്നതുകൊണ്ട് ഇരുട്ടിയാണ്, എന്നാലും അടിപൊളി സ്ഥലം. ഇതൊരു തൂക്കുപാലമായിരുന്നു. 2015 വെള്ളത്തിൽ അടിച്ച് പറിച്ച് ഊരെ കളഞ്ഞാണ്. തൂക്കുപാലം എന്ന് പറയുന്നത് ഇരുമ്പ് പാലം, തൂണുകൾ മാത്രമുണ്ട്. അതുപോലെ തന്നെ ഇത് അവിടെ ഒരു കിണർ, ഇത് കണ്ടോ കോൺക്രീറ്റ് കിണർ, അതും അടിച്ച് കളഞ്ഞ. അതും 15 വെള്ളത്തിലല്ലേ. കണ്ടോ അവന് മീൻ പോയോ? ഞങ്ങൾ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ വന്നു. എനിക്കെപ്പോഴും അടിക്കുന്നു ആ ഒരു കോണിൽ നിന്ന്. കഴിഞ്ഞ പ്രാവശ്യം അടിച്ച അവിടെ നിന്ന്. പെയ്യ കയറ്റിയാൽ മതി. കളഞ്ഞോ? എടാ പറഞ്ഞു പോയോ? അയ്യടാ നല്ല മീനാടാ. ഇനി നടന്ന് വന്ന് എവിടുന്ന് പറഞ്ഞാൽ അടിച്ച എറിയടാ, അടിക്കടാ. വേറെ സ്ട്രൈക്ക് ഉണ്ടായിരുന്നോ? ആ അടിച്ചു. ആ പെയ്യ കയറ്റിയാൽ മതി. പോയോ? ഓ എടാ അത് ഫിംഗർ വെച്ച് പിടിക്കടാ. അതല്ലേ ഈടാ. ഇവിടുത്തെ ഒരു പ്രത്യേകത, അതെ ആ ഷാപ്പ് കണ്ടോ, അത് കോട്ടയം ജില്ല. മറ്റുകൊണ്ട് അവിടെ ഒരു ഷാപ്പുണ്ട്, ആ ഷീറ്റ് കാണുന്നത്, അത് പത്തനംതിട്ട ജില്ല. എന്തും ബോർഡറാ. ബോർഡറാ. ശരി. എന്തേ ചെതുമ്പലയിലാണ്ടെന്ന് കയറി. ചെറുതാന്ന് ഒരെണ്ണം പറഞ്ഞു പോയാൽ പിന്നെ തൊട്ട് നോക്കത്തില്ല. അവൻ 3 എണ്ണത്തെ കളഞ്ഞിട്ടിരിക്കുക, ഞാൻ 1 കളഞ്ഞുള്ളൂ. നൈസായിട്ട് 3 എണ്ണത്തെ കളഞ്ഞു. മീൻ പിടിച്ചാകുമ്പോൾ അതൊക്കെ പതിവാണ്. കാർഷിക നിർത്തി പെയ്യും കയറി എറിഞ്ഞെറിഞ്ഞ് മനുഷ്യന് ഉപ്പാട് വന്നു. ആദ്യത്തെ ഒരു 4-5 സ്ട്രൈക്ക് അതിനുള്ളിൽ ഇവിടെ അടിക്കും. ഇവിടെ സ്ഥിരം ഇത് തന്നെയാണ് പരിപാടി. നമുക്ക് എന്ന് വന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1-2 ലാസ്റ്റിനുള്ളിൽ സ്ട്രൈക്ക് കിട്ടും, അല്ലെങ്കിൽ കയറും. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ്, വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ വരുന്നതാണ്, വന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഇവിടെ വരുന്നതിൻ്റെ എൻ്റെ മെയിൻ ഉദ്ദേശം അതാണ്. ഈ നല്ല അടിപൊളി സ്ഥലമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും